എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഇതൊരു തടവറയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുറമേക്ക് നോക്കുമ്പോൾ നമ്മളെല്ലാം സ്വതന്ത്രരാണെന്ന് തോന്നും. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? ഏതെങ്കിലും ഒരു അദൃശ്യ ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ? ആധുനിക സമൂഹത്തെക്കുറിച്ചുള്ള ഈ ഒരു ശക്തമായ കാഴ്ചപ്പാട് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. നിങ്ങളുടെയൊക്കെ ഒരു ദിവസം എങ്ങനെയാ തുടങ്ങുന്നത്? മിക്കവാറും ഇതുപോലെയൊക്കെ തന്നെ ആവും, അല്ലേ? കറക്റ്റ് 6 മണിക്ക് അലാറം അടിക്കുന്നു. പിന്നെ നമ്മളൊരു മെഷീൻ പോലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തുന്നു. ഓരോ ദിവസവും ഒരേപോലെ, ഒരു മാറ്റവുമില്ലാതെ. അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടമാണ് ഓഫീസിലേക്ക്. ആ ട്രാഫിക്കിൽപ്പെട്ട് അവസാനം അവിടെ എത്തുമ്പോഴേക്കും പകുതി ജീവൻ പോയിട്ടുണ്ടാവും. പ്രൊഡക്ടിവിറ്റിയുടെ പേരും പറഞ്ഞ് ഉച്ചയ്ക്ക് കഴിക്കുന്നത് പോലും ഡിസ്കിൽ വെച്ചായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മളൊരു വലിയ മെഷീൻ്റെ ചെറിയൊരു സ്ക്രൂ മാത്രമായി മാറുന്ന പോലെ, അല്ലേ? അങ്ങനെ ഒരുവിധം പണിയൊക്കെ തീർത്ത് വീട്ടിലെത്തുമ്പോൾ ഒരു സമാധാനമാവും. പിന്നെ അത്താഴം കഴിച്ച് ആ ദിവസത്തെ ക്ഷീണമൊക്കെ മാറ്റാൻ നേരെ ടിവിക്ക് മുന്നിലേക്ക്. ആലോചിച്ചു നോക്കിയാൽ അന്നത്തെ ടെൻഷനിൽ നിന്നൊക്കെയുള്ള ഒരു ഒളിച്ചോട്ടം തന്നെയാണത്. രാത്രിയാവുമ്പോഴേക്കും തളർന്നുറങ്ങും. എന്തിനാണ് ഈ ഉറക്കം? നാളെ രാവിലെ എണീറ്റ് ഇതേ റൊട്ടീൻ വീണ്ടും തുടങ്ങാൻ. ശരിക്കും ഇതൊരു ജീവിതം തന്നെയാണോ, അതോ ഒരു അവസാനവുമില്ലാത്തൊരു ഓട്ടപ്പാച്ചിലാണോ? പക്ഷേ രസമെന്താണെന്നറിയോ? ഇതിനെയൊക്കെയാണ് നമ്മളോട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു സ്വാതന്ത്ര്യമാണോ, അതോ നമ്മളെ ഒരു സ്ഥലത്ത് തന്നെ നിർത്തി ഓടിക്കാൻ വേണ്ടിയുണ്ടാക്കിയ ഒരു തന്ത്രം വല്ലതുമാണോ ഇത്? അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ ഈയൊരു സൈക്കിളിൽ പെട്ടുപോയത്? ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കണം. ഈ വിഷയം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ അടിസ്ഥാനപരമായൊരു പോരാട്ടത്തിലേക്കാണ്. അതായത് നന്മയും തിന്മയും തമ്മിലുള്ളൊരു വലിയ യുദ്ധത്തിന്റെ കഥയിലേക്ക്. കഥ തുടങ്ങുന്നതേ ഇങ്ങനെയാണ്. ദൈവം 2 ശക്തികളെ സൃഷ്ടിച്ചു. ഒന്ന് അറിവ്, അതിനെ ദിവ്യമായ പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. രണ്ടാമത്തേത് അജ്ഞത, അതിനെയാകട്ടെ ഉപ്പുവെള്ളമുള്ള ഒരു ഇരുണ്ട കടലിൽ നിന്നും. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഇവ രണ്ടും നേർവിപരീത ശക്തികളാണ്. ഈയൊരു യുദ്ധത്തിൽ ഈ 2 ശക്തികൾക്കും 75 സൈനികർ വീതമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താണ് ഈ സൈനികരെന്നല്ലേ? അത് നമ്മുടെയൊക്കെ ഗുണങ്ങളും സ്വഭാവങ്ങളുമാണ്. അതായത് അറിവിന്റെ പക്ഷത്ത് 75 നല്ല ഗുണങ്ങളും അജ്ഞതയുടെ പക്ഷത്ത് 75 ചീത്ത ഗുണങ്ങളും. ഇവർ തമ്മിലാണ് ഒരു അവസാനമില്ലാത്ത യുദ്ധം നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വലിയ യുദ്ധം നടക്കുന്നത് വേറെ എവിടെയുമല്ല. അതിന്റെ യുദ്ധക്കളം നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ മനസ്സ്, ഔദാര്യവും പിശുക്കും തമ്മിൽ, സത്യവും കള്ളവും തമ്മിൽ. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പോരാട്ടങ്ങളാണ്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക ലോകം നമ്മുടെ ഉള്ളിലെ ഏത് സൈന്യത്തെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അറിവിനെയാണോ, അതോ അജ്ഞതയെയാണോ? ഇവിടെയാണ് കാര്യങ്ങൾ സീരിയസ് ആവുന്നത്. ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അജ്ഞതയുടെ സൈന്യത്തിന് ശക്തി പകരാനാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ജനാധിപത്യം തന്നെ എടുക്കാം. നമുക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു തിരശ്ശീലക്ക് പിന്നിൽ നിന്ന് നോക്കിയാൽ 2 പാവകളെയും നിയന്ത്രിക്കുന്നത് ഒരേ ആളാണെന്ന് കാണാൻ പറ്റും. അതായത് നമ്മൾ ആർക്ക് വോട്ട് ചെയ്താലും യഥാർത്ഥ കൺട്രോൾ മറ്റാരുടെയോ കയ്യിലാണ്. ഇനി നീതിന്യായ വ്യവസ്ഥയുടെ കാര്യമോ? നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ സത്യം അതല്ല. പണവും അധികാരവും ഉള്ളവന് ഒരു നീതി, സാധാരണക്കാരന് വേറെ നീതി. നോക്കൂ, നികുതി വെട്ടിച്ചാൽ ജീവപര്യന്തം കിട്ടാവുന്ന കുറ്റമാണ്. അതേസമയം അതിലും വലിയ ക്രൈം ചെയ്ത ആളുകൾ സുഖമായി പുറത്തിറങ്ങി നടക്കുന്നു. എന്തൊരു വിരോധാഭാസമാണിത്! ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകന്റെ ഒരു വാചകമുണ്ട്: ഈ ലോകം കടലിലെ വെള്ളം പോലെയാണ്, കുടിക്കുംതോറും ദാഹം കൂടും, അവസാനം അത് നമ്മളെ കൊല്ലുമെന്ന്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ചുള്ള ഒരു വലിയ വിമർശനമാണ്. കാരണം ഈ സിസ്റ്റം നമ്മളിൽ വളർത്തുന്നത് അടങ്ങാത്ത ആഗ്രഹങ്ങളും സ്വാർത്ഥതയുമാണ്. ഇത് ഔദാര്യം പോലെയുള്ള മൂല്യങ്ങൾക്ക് നേരെ വിപരീതമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സിസ്റ്റം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്? അതിനായി ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ്? അതായത് നമ്മുടെ ഉള്ളിലെ ആ അജ്ഞതയുടെ സൈന്യത്തിന് ശക്തി പകരാൻ അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്കറിയാമോ, നമ്മൾ വായിക്കുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന 90% മീഡിയയും കൺട്രോൾ ചെയ്യുന്നത് വെറും 6 കോർപ്പറേഷനുകളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതിൻ്റെ അർത്ഥമെന്താ? നമ്മളിലേക്കെത്തുന്ന വിവരങ്ങളെല്ലാം ഫിൽട്ടർ ചെയ്യപ്പെട്ടതാണ്. ഒരു പ്രത്യേക അജണ്ടയ്ക്കനുസരിച്ച് മാറ്റം വരുത്തിയതാണ്. ഇതിലും വലിയൊരു കൺട്രോൾ വേറെ എന്തുണ്ട്? ഇനി ടി വി കാണുന്ന കാര്യം. നമ്മൾ വെറുതെ റിലാക്സ് ചെയ്യാനാണ് ടി വി കാണുന്നത്. പക്ഷേ ടി വി കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ വേവ്സ് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറും. അതിനെ ആൽഫ സ്റ്റേറ്റ് എന്ന് പറയും. ഈ അവസ്ഥയിൽ നമ്മുടെ ഉപബോധ മനസ്സ് തുറന്നിരിക്കും. അതായത് ടി വിയിൽ കാണിക്കുന്നതൊക്കെ, പരസ്യങ്ങൾ ഉൾപ്പെടെ, ഒരു ഫിൽറ്ററുമില്ലാതെ നേരെ നമ്മുടെ ഉള്ളിലേക്ക് ഡൗൺലോഡാവും, നമ്മളറിയാതെ തന്നെ. ഇതൊരു തരം ഹിപ്നോസിസ് പോലെയാണ്.
ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാംബ്രിഡ്ജ് അനലിറ്റിക്ക. അവരെന്താ ചെയ്തതെന്നറിയാമോ? സോഷ്യൽ മീഡിയയിൽ നിന്ന് കോടിക്കണക്കിന് ആളുകളുടെ ഡേറ്റ എടുത്തു. എന്നിട്ട് നമ്മുടെ എല്ലാം സൈക്കോളജിക്കൽ പ്രൊഫൈലുകളുണ്ടാക്കി. നമ്മുടെ പേടി എന്താണ്, നമ്മുടെ ദേഷ്യം എന്തിനോടാണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി. എന്നിട്ട് അതിനനുസരിച്ച് ടാർഗറ്റ് ചെയ്ത പരസ്യങ്ങളും വാർത്തകളും തന്നു. ബ്രെക്സിറ്റ്, അമേരിക്കൻ ഇലക്ഷനൊക്കെ ഇങ്ങനെയാണ് അവർ സ്വാധീനിച്ചത്. നമ്മുടെ ഡേറ്റ വെച്ച് നമ്മളെ തന്നെ അവർ കൺട്രോൾ ചെയ്തു. അപ്പോ ഇതിന്റെയൊക്കെ ഒരു ആകത്തുക എന്താണ്? ഈ മീഡിയയും പരസ്യങ്ങളുമൊക്കെ നമ്മളിൽ വളർത്തുന്നത് എന്തൊക്കെ ഗുണങ്ങളാണ്? ചാരിത്രത്തിനു പകരം അവിവേകം, വിശ്വസ്തതയ്ക്കു പകരം അവിശ്വസ്തത, ക്ഷമയ്ക്കു പകരം അക്ഷമ, പ്രതീക്ഷയ്ക്കു പകരം നിരാശ. ചുരുക്കി പറഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ ഈ സിസ്റ്റം നമ്മുടെ ഉള്ളിലുള്ള അജ്ഞതയുടെ സൈന്യത്തെയാണ് വലുതാക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ വലിയ പോരാട്ടം അവസാനം വന്നെത്തുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ്, ഒരു തെരഞ്ഞെടുപ്പിലേക്ക്. ആ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം ഓർക്കുക, ഈ നന്മയും തിന്മയും അറിവും അജ്ഞതയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. യഥാർത്ഥ യുദ്ധക്കളം നിങ്ങൾ തന്നെയാണ്. ഇമാം അഹമ്മദ് അൽ ഹസന്റെ ഒരു വാക്കുണ്ട്: ആയിരക്കണക്കിന് മനുഷ്യർ ഇപ്പോൾ ഒരുതരം മൈൻഡ് കൺട്രോളിലാണ്. അവരത് തിരിച്ചറിയുന്നുപോലുമില്ല. ഇതൊരു ഞെട്ടിക്കുന്ന ചിന്തയാണല്ലേ? ഒരുപക്ഷെ നമ്മളും ആ കൂട്ടത്തിൽപ്പെടുമോ? അതുകൊണ്ട് അവസാനത്തെ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ ആരാവാനാണ് തീരുമാനിക്കുന്നത്? പ്രകാശത്തിന്റെ സൈനികനോ അതോ ഇരുട്ടിന്റെയോ? ഈ യുദ്ധത്തിൽ നിങ്ങളുടെ പക്ഷം ഏതാണ്? നിങ്ങളുടെ മനസ്സിനെ ആർക്കാണ് നിങ്ങൾ വിട്ടുകൊടുക്കാൻ പോകുന്നത്? ആലോചിക്കുക. കാരണം ആ തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്.